അന്തരിച്ച ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ പ്രഥമ മെത്രാപ്പൊലീത്ത മാർ അത്തനേഷ്യസ് യോഹാന്റെ സംസ്കാര ചടങ്ങുകൾ തിരുവല്ല കുറ്റപ്പുഴയിലെ സഭാ ആസ്ഥാനത്ത് നടക്കും. ഇന്ന് വൈകിട്ട് ചേരുന്ന സഭാ സിനഡിലായിരിക്കും സംസ്കാര ശുശ്രൂഷകൾ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാവുക. മാർ അത്തനേഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രാപ്പൊലീത്തയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് ഭദ്രാസനങ്ങളിൽ നിന്നുള്ള ബിഷപ്പുമാരും വൈദികരും വിശ്വാസികളും തിരുവല്ല കുറ്റപ്പുഴയിലെ സഭാ ആസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. വൈദികരുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും സഭാ ആസ്ഥാനത്ത് നടക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച തീരുമാനമെടുക്കാൻ ഇന്ന് വൈകിട്ട് സിനഡ് യോഗം ചേരും. അഭിവന്ധ്യ മെത്രാപ്പൊലീത്ത തിരുമനസിന്റെ സംസ്കാര ശുശ്രൂഷകളുടെ തീരുമാനം ഇതുവരെ ആയിട്ടില്ല. കാരണം ഞങ്ങളുടെ തിരുമേനിമാർ, എപ്പിസ്കോപ്പുമാർ, ഞങ്ങളുടെ ബിഷപ്പുമാർ ട്രാവൽ ചെയ്യുന്നേ ഉള്ളൂ. 1-2 പേർ ഓൾറെഡി എത്തി. ബാക്കിയുള്ള സീനിയർ ബിഷപ്പ്സുമാരെല്ലാം ഇന്ന് വൈകിട്ട് ഒരു 7:30 കൂടി എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുശേഷം അവൈലബിൾ ആയിട്ടുള്ള തിരുമേനിമാരെ വെച്ചുകൊണ്ടുള്ള ഇമ്മീഡിയറ്റ് പരിശുദ്ധ സിനഡ് കൗൺസിൽ ചേരുന്നതായിരിക്കും. അതിനുശേഷമാണ് അതിൻ്റെ ഡേറ്റും മറ്റു കാര്യങ്ങളും സംബന്ധിച്ചുള്ള തീരുമാനങ്ങളുണ്ടാവുക. എന്നിരുന്നാൽ തന്നെയും അഭിവന്ധ്യ തിരുമേനിമാരോടും സഭാ സെക്രട്ടറി അച്ഛനോടും സംസാരിച്ചതിൻ്റെ വെളിച്ചത്തിൽ ശുശ്രൂഷകളെല്ലാം ഇവിടെ തന്നെ നടത്തണം എന്നുള്ളതാണ്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഭൗതികദേഹം അമേരിക്കയിൽ നിന്നും നാട്ടിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം തുടങ്ങി. രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും സഭ ആസ്ഥാനത്തെത്തി വിശ്വാസികളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുണ്ട്. ജനം, പത്തനംതിട്ട.